ഹിന്ദുത്വ സംഘങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് ഷിംലയിലെ സംജൌലി പള്ളി പൊളിക്കാൻ നടക്കുന്ന നീക്കത്തിനെതിരെ ക്യാമ്പയിനുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു വിഭാഗം ആക്ടിവിസ്റ്റുകൾ. ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാർ ആണെങ്കിലും പാർട്ടി നേതാക്കൾ വരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പള്ളി പണിയുന്നതിനായി നൽകിയ ഭൂമി 1940 ദാനം ചെയ്തതാണെന്നും വഖഫ് സ്വത്തായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും സൂചിപ്പിക്കുന്ന ഔദ്യോഗിക രേഖകൾ ഉൾപ്പെടെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. സംസ്ഥാനത്ത് നേരത്തെ BJP ഭരണത്തിലുള്ളപ്പോൾ പോലും പള്ളിക്ക് ഗ്രാന്റ് നൽകിയിരുന്നതായും പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പിന്നെ എന്തിന്റെ പേരിലാണ് രേഖകൾ ഇല്ലാതായെന്ന് പറഞ്ഞ് പള്ളി പൊളിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം. വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഹിമാചൽ പ്രദേശിലെ ഷിംലയോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ് സംജൌലി. ഇവിടെയാണ് നിലവിൽ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ഹിന്ദുത്വ ഗ്രൂപ്പുകൾ അവകാശവാദം ഉയർത്തുന്ന സംജൌലി പള്ളി സ്ഥിതി ചെയ്യുന്നത്. തിരക്കേറിയ ഒരു മാർക്കറ്റ് കൂടിയായി ഇവിടെ പള്ളി സ്ഥാപിക്കാൻ 1940 ഭൂമി വഖഫ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ആ സമയത്ത് രാജ്യത്ത് വഖഫ് നിയമം നിലവിൽ വന്നിരുന്നില്ല. 14 വർഷങ്ങൾക്ക് ശേഷം 1954 ഇന്ത്യൻ പാർലമെന്റ് വഖഫ് നിയമം പാസാക്കുന്നത്. പിന്നാലെ പള്ളികൾ, വിശ്രമ കേന്ദ്രങ്ങൾ, ശ്മശാനങ്ങൾ, മദ്രസകൾ എന്നിവയുൾപ്പെടെ വഖഫ് ഭൂമികളെല്ലാം വഖഫ് ബോർഡിന് കൈമാറുകയും ചെയ്തു. 1954 സർക്കാർ രേഖകൾ പ്രകാരം സംജൌലി പള്ളി നിൽക്കുന്ന ഭൂമിയും വഖഫ് ആണെന്നായിരുന്നു രേഖപ്പെടുത്തപ്പെട്ടത്. ആദ്യം മുതൽക്കേ ചെറിയ എതിർപ്പുകളൊക്കെ നിലനിന്നിരുന്നെങ്കിലും 2024 വിഷയം വഷളാകുന്നത്. പതിവ് പോലെ തീവ്ര ഹിന്ദുത്വവാദികൾ തന്നെയായിരുന്നു അതിനും പിന്നിൽ. 2024 ഓഗസ്റ്റ് 31 രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെയാണ് സംജൌലി പള്ളിയുമായി ബന്ധപ്പെട്ട വിവാദം വീണ്ടും ഉയർന്നു വരുന്നത്. തുടർന്ന് സെപ്റ്റംബർ 11 സംജൌലിയിൽ ഹിന്ദുത്വ സംഘങ്ങൾ അക്രമാസക്തമായ പ്രകടനങ്ങൾ നടത്തി. അന്ന് പ്രക്ഷുബ്ധമായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസിന് ലാത്തി ചാർജ് നടത്തേണ്ടിയും ജലപീരങ്കികൾ പ്രയോഗിക്കേണ്ടിയും വന്നിരുന്നു. ഈ അവസരം ആളി കത്തിച്ച ഹിന്ദുത്വ സംഘങ്ങൾ പള്ളിയുടെ ഒരു ഭാഗം പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാക്കി. തുടർന്ന് 5 നിലയുള്ള സംജൌലി പള്ളിയുടെ മുകളിലെ 3 നിലകൾ പൊളിച്ചു മാറ്റാൻ ഷിംല മുനിസിപ്പൽ കമ്മീഷണർ കോടതിയും ഉത്തരവിട്ടു. പൊളിച്ചു മാറ്റാൻ പള്ളി കമ്മിറ്റിക്കും വഖഫ് ബോർഡിനും 2 മാസത്തെ സമയവും നൽകിയിരുന്നു. പക്ഷേ ഹിന്ദുത്വ ഗ്രൂപ്പുകൾ പ്രതിഷേധം ശക്തമാക്കുകയും വീണ്ടും കോടതിയെ സമീപിക്കുകയും ചെയ്തു. പിന്നാലെ ഇക്കഴിഞ്ഞ ഒക്ടോബർ 30 പള്ളി അനധികൃതമാണെന്നും പൂർണ്ണമായി പൊളിക്കണമെന്നും ഷിംല ജില്ലാ കോടതി ഉത്തരവിട്ടു. ഈ ഉത്തരവിന്റെ മറവിൽ 2 ആഴ്ച മുൻപ് പള്ളിയിൽ പ്രാർത്ഥിക്കാനെത്തിയവരെ ഹിന്ദുത്വ സംഘടനകൾ തടയുന്ന സംഭവം ഉണ്ടായിരുന്നു. കേസെടുത്തെങ്കിലും FIR പിൻവലിക്കണമെന്നും പള്ളി പൊളിക്കണമെന്നും ആവശ്യപ്പെട്ട് ദേവഭൂമി സംഘർഷ് സമിതി എന്ന സംഘടന നിരാഹാര സമരവും നടത്തി. സർക്കാർ വാക്ക് പാലിക്കുന്നില്ല എന്നായിരുന്നു സംഘടനയുടെ ആരോപണം. ഒപ്പം പള്ളി പൊളിക്കുന്നത് വൈകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സംജൌലി പള്ളിയിലേക്കുള്ള വൈദ്യുതിയും ജലവിതരണവും വിച്ഛേദിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു. ഇത് അധികൃതർ അംഗീകരിച്ചു എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. സർക്കാരിന്റെ നടപടികൾ മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമായ ആശങ്കയ്ക്കും കാരണമായി. പിന്നാലെയാണ് സേവ് സംജൌലി മോസ്ക് എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ച് ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഉയർന്നു വന്നത്. പള്ളി നിയമപരമാണെന്നും നിയമാനുസൃത വഖഫ് ഭൂമിയിലാണെന്നും അവകാശപ്പെടുന്ന രേഖകളും ആക്ടിവിസ്റ്റുകൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. പള്ളിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചന അവസാനിപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിനോട് കോൺഗ്രസ് നേതാവ് ഡോക്ടർ മെഹ്രാജ് ഹുസൈൻ ആവശ്യപ്പെട്ടത്. പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ കൃത്യമായ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ മുസ്ലിങ്ങൾക്കിടയിലെ എതിർപ്പ് രൂക്ഷമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിലവിൽ പള്ളി പൂർണ്ണമായി പൊളിക്കേണ്ടതില്ലെന്ന് ഹിമാചൽ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. തൽസ്ഥിതി തുടരാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഹിമാചൽ പ്രദേശ് വഖഫ് ബോർഡിന്റെ അപ്പീലിലായിരുന്നു ഈ ഉത്തരവ്. 2026 മാർച്ച് 9 കേസ് മാറ്റിയിട്ടുമുണ്ട്.